നമ്മെ കാമിലീങ്ങളായ ഔലിയാക്കളുടെ ഷെയ്ഖുന ഖൗത്തുൽ ആദം സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി, ഷെയ്ഖുന സുൽത്താനുൽ ഹിന്ദ് സയ്യിദ് ഖാജ മുഈനുദ്ദീൻ ഹസൻ സയ്യിദ് ജമീലി, ഷെയ്ഖുന സയ്യിദുന നൂറുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹീദ്ദീൻ നൂരി ഷാ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പോലെയുള്ള മഹാന്മാരുടെയും അവരുടെ പ്രധാനപ്പെട്ട ഖുലഫാക്കളുടെയും ബന്ധം നൽകി അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. അതുവഴി യഥാർത്ഥമായിട്ടുള്ള ദീനിൻ്റെ സത്തയെ ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ ഖുർബും വസൂലും കരസ്ഥമാക്കുവാൻ അവന് ലിഖാഇന് പാത്രീഭൂതരാകുവാനും അല്ലാഹു തആല നമുക്ക് ഏവർക്കും സിൽസിലയുടെ എല്ലാ ആൾക്കാർക്കും റസൂലുള്ളാഹിന്റെ എല്ലാ ഉമ്മത്തീങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങൾ തസൗഫിൻ്റെ ബാലപാഠമായി മഹാന്മാരായ ആരിഫീങ്ങൾ ജനങ്ങളെ മുന്നിൽ സമർപ്പിക്കാറുള്ള, എല്ലാവരും എന്നല്ല പല ആരിഫീങ്ങളും സമർപ്പിക്കാറുള്ള 2 ഹദീസുകളിലേക്കാണ് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. 2 ഹദീസുകൾ. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് നമ്മളിൽ ഇപ്പോൾ ഇതിനെ എങ്ങനെ എത്രയധികം നമ്മളിൽ ഉണ്ട് എന്നും അതിന് ന്യൂനതകൾ എത്രയുണ്ട് എന്നും ഇനി നമ്മൾ അതില്ല എങ്കിൽ അതിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളണം, അതിനെ വസിപ്പിക്കണം എന്നും നമ്മളൊന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പം ഇതിൽ മാറ്റമുണ്ടാക്കാനുള്ള, പരിചിന്തനം ചെയ്യാനുള്ള ഒരു ബുദ്ധിയോടുകൂടി, ഒരു ചിന്തയോടുകൂടി ആയിരിക്കണം, ഒരു ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി ആയിരിക്കണം നാം ഇത് കേൾക്കേണ്ടത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറാദ സ്വാഹിബൻ ഫല്ലാഹു യക്ഫി വമൻ അറാദ മൂനിസൻ ഫൽ ഖുർആനു യക്ഫി വമൻ അറാദ വാഇലൻ ഫൽ മൗതു യക്ഫി വമൻ അറാദ ഖിനൻ ഫൽ ഖനാഅതു യക്ഫി. ഇതാണ് ഹദീസ്. നമ്മൾ കുറേ കേട്ട് കഴിഞ്ഞത്, ദർസ് പഠിക്കുന്ന കുട്ടികളൊക്കെ 10 കിതാബൊക്കെ ഓതുമ്പോഴൊക്കെ കേട്ട ഹദീസായി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇത് ശരിക്ക് ഒരു തസവ്വുഫ് കരസ്ഥമാക്കിയ, ഒരു ത്വരീഖത്ത് കരസ്ഥമാക്കി, അത് ഏത് ത്വരീഖത്തായാലും വേണ്ടില്ല, ത്വരീഖത്തുൽ നഖ്ശബന്ദിയ ആയാലും, ത്വരീഖത്തുൽ സുഹ്റവർദിയ ആയാലും, ത്വരീഖത്തുൽ ഖാദിരിയ ആയാലും, ചിശ്തിയ ആയാലും, ദസൂഖിയ ആയാലും, തിജാനിയ ആയാലും ഒക്കെ ഇതിൻ്റെ ഒറിജിനൽ ത്വരീഖത്ത്, അത് ഇതിൻ്റെ ഒറിജിനാലിറ്റി, ഇതിൽ പല വിധം ഉണ്ടാവും, കള്ളനാണയങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഒറിജിനലായിട്ടുള്ള ത്വരീഖത്തുകൾ ഉൾക്കൊണ്ട, അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട, അതിനെ എത്തിച്ച സാധകന്മാർക്ക്, മുരീദുമാർക്ക് ഉണ്ടാവേണ്ട കുറെ കാര്യങ്ങളാണ് ഹദീസിലൂടെ പറഞ്ഞത്. ഒന്നുകൂടും നമ്മൾ അതിന് സമഗ്രമായി പറയുകയാണെങ്കിൽ, അള്ളാഹുവിലും അവൻ്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന കാമിലീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. അത് മുരീദുമാരെന്ന് പറയുമ്പോൾ ഓരോ ഗുരുനാഥന്മാർ കൂടെ വരുമ്പോൾ ശിക്ഷകണങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ ത്വരീഖത്ത് മുരീദ് എന്ന് പറഞ്ഞു. എന്താണത്? വമൻ അറാദ സ്വാഹിബൻ ഫല്ലാഹു യക്ഫി. ആർക്കെങ്കിലും ഒരു സ്നേഹിതനെ ആവശ്യമുണ്ടെങ്കിൽ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹു മതിയായവനാണ്. വമൻ അറാദ മൂനിസൻ. ആർക്കെങ്കിലും ഒരു നേരമ്പോക്കുകാരനെ ആവശ്യമുണ്ടെങ്കിൽ ഫൽ ഖുർആൻ യക്ഫിഹി. ഖുർആൻ അവന് മതിയായവനാണ്. വമൻ അറാദ വാഇലൻ. ആർക്കെങ്കിലും ഒരു ഉപദേശി ആവശ്യമുണ്ടെങ്കിൽ ഫൽ മൗത്ത് യക്ഫിഹി. അവന് മരണം മതിയായവനാണ്. വമൻ അറാദ ഖിനൻ. ആർക്കെങ്കിലും ഐശ്വര്യത ആവശ്യമുണ്ടെങ്കിൽ, ആരെ ആശ്രയിക്കാതെ ഐശ്വര്യമായ അവസ്ഥ ആവശ്യമുണ്ട്, ഫൽ ഖനാഅതു യക്ഫി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ അവന് മതിയാകും. ആദ്യം പറഞ്ഞത് വമൻ അറാദ സ്വാഹിബൻ ഫല്ലാഹു യക്ഫി. ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ അല്ലാഹു മതിയാകും. ഇത് നമ്മൾ പറഞ്ഞു പോകും, പക്ഷെ നമ്മൾ ശരിക്കും ഇവിടെ ഒന്ന് ഉറ്റാലോചിക്കുക. ഒരു സ്നേഹിതന് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും, ഇത് സ്നേഹത്തിന്റെ ദുനിയാവാണ്. ഇന്ന് മീഡിയകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രേമത്തിന്റെ അല്ലേ, പ്രേമത്തിന്റെ ഒരു ലോകമാണ്. പ്രേമില്ലാത്തൊരു ലോകം ഇല്ല.
നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല, ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചേ കാണും അല്ലേ? നീ ഇല്ലെങ്കിൽ വിത്തൗട്ട് യു ഐ ക്യാൻ ലിവ് വിത്തൗട്ട് യു, എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല നീ ഇല്ലാതെ. എവിടെയും അത് തന്നെ. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സൃഷ്ടികളിലേക്കുള്ള സ്നേഹം കാമിലീങ്ങളായ ഒരു മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാൻ പൂർണ്ണമാവേണ്ട ഷർത്തായിട്ട് ഒന്ന് പറഞ്ഞത് അമൻ അഹബ്ബലില്ലാഹ്, ആരെങ്കിലും അല്ലാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. അപ്പം ഒരാൾക്ക് വേണ്ടി, സാധാരണ ഒരു വ്യക്തിഗതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ആദ്യം ആ വ്യക്തിയെ കൂടുതലായി സ്നേഹിച്ചിരിക്കണം. കം ടു ദ പോയിന്റ്. മൻ അറാദ സ്വാഹിബൻ, ആർക്കെങ്കിലും ഒരു സുഹൃത്തിന് ആവശ്യമുണ്ടെങ്കിൽ, ഒരു സ്നേഹിതന് ആവശ്യമുണ്ടെങ്കിൽ, ഒരു സഹപാഠിയെ സഹവസിക്കുന്ന ഒരാൾ ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹു യക്ഫീ, അല്ലാഹു മതിയായതാണ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പറയും ഞാൻ എൻ്റെ സ്നേഹിതനായി, എൻ്റെ കൂട്ടുകാരനായി, അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നവനായി അള്ളാഹുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് ജീവിതത്തിലുണ്ടോ എന്ന് നോക്കാം. അള്ളാഹുവിനെ സ്നേഹിതനാക്കണമെങ്കിൽ ഒന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയണം. അറിയുമ്പോഴേ സ്നേഹം വരും. അപ്പൊ ആദ്യമുള്ള നിബന്ധന എന്താണ്? അള്ളാഹുവിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ത്വരീഖത്തിലൊക്കെ കൂടിയുണ്ട്. ത്വരീഖത്തിൽ കൂടിയിരിക്കുന്നത് എന്തിനാ? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മഅരിഫത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞതിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യം ഒന്ന്. രണ്ടാമത്തേത്, നമ്മളൊരു സുഹൃത്തിനെ സാധാരണ രീതിയിലുള്ള സൃഷ്ടികളിലേക്കുള്ള സ്നേഹത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആ ആളെ കൊണ്ട് സ്നേഹം മതിയാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, ആ ആളുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ നിൽക്കണം. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യൂല, നമ്മൾ പ്രവർത്തിക്കൂല. അയാൾക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞാൽ മതി, നമ്മളത് എന്ത് ചെയ്യില്ല, അയാൾ പറയണം എന്നില്ല. ആ വ്യക്തിക്ക് അത് ഇഷ്ടമല്ല എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രവർത്തിക്കില്ല. അത് അറിയണമെങ്കിൽ ആ വ്യക്തി പറയണമെന്നൊന്നുമില്ല. ആ വ്യക്തിയുടെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും യഥാർത്ഥ ഒരു സ്നേഹിതന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവന്റെ സ്നേഹഭാചനത്തിന്റെ തൃപ്തിയും അതൃപ്തിയും അവന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അള്ളാഹു മതിയായവനാക്കുക, അള്ളാഹുവിനെ സ്നേഹിതനായിട്ട് കരുതുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോ അള്ളാഹുവിന് തൃപ്തികരമല്ലാത്ത ഒരു ജീവിതമോ ഒരു പ്രവർത്തനമോ ഒരു സംസാരമോ ഒരു നോട്ടമോ ഒരു കേൾവിയോ ഒരു പ്രവർത്തനമോ ഒരു സ്പർശനമോ ഒന്നും, ഒരു പരിശ്രമമോ ഒന്നും തന്നെ, ഒരു ചിന്ത പോലും നമ്മളിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അത് നമ്മളെ ഭാഗത്തു നിന്ന് അള്ളാഹുവിനോട് തൗഫീഖിനെ തേടുക, നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യരുത്. അള്ളാഹു ഇഷ്ടമില്ലാത്തൊരു കാര്യം ആഗ്രഹിക്കാൻ തന്നെ പാടില്ല. ആഗ്രഹിച്ചു പോകരുത് അള്ളാഹു ഇഷ്ടമില്ലാത്തൊരു കാര്യം. ആഗ്രഹം തന്നെ ഒരു സ്നേഹിതനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. യഥാർത്ഥൊരു സ്നേഹിതൻ ആ മറ്റൊരു സ്നേഹിതന്റെ അഭാവത്തിൽ പോലും അദ്ദേഹത്തിന്റെ താല്പര്യത്തെ പരിഗണിക്കുന്നവനെ, സാന്നിധ്യത്തിൽ മാത്രമല്ല. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിതനായിട്ട് മനസ്സിലാക്കിയ ഒരാൾ എന്ത് ചെയ്യണം? സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അള്ളാഹു തആല തൃപ്തിയില്ലാത്തത് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങളോട് മാത്രം ഉപദേശിക്കല്ല, എന്നോടും കൂടിയുള്ള ഉപദേശം. നമ്മൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ഉപദേശമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹദീസ് പറഞ്ഞു അള്ളാഹുവിനെ സ്നേഹിതനാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അതിനു വേണ്ടി നമ്മൾ പാകപ്പെടണം. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, അള്ളാഹു തന്നെ അല്ലേ സ്നേഹിതനാക്കാൻ പറ്റുള്ളൂ? ഒന്ന് ചിന്തിച്ചു നോക്കി. സ്നേഹിതനായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മാനഹാനി വരാതെ, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും സന്തോഷകരമായ ഒരു അവസ്ഥ നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ നിബന്ധനകൾ വേണം? നമ്മൾ ഒരാളെ കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒന്ന്, അയാൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കും, അല്ലെ? എപ്പോഴും അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കും. അദ്ദേഹത്തിന്റെ സദസ്സിൽ എപ്പോഴും പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കും. അപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കും. അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ശരിക്കും ചിന്തിച്ചു നോക്കി, നമ്മളിനി ആരെ സ്നേഹിച്ചോ? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സന്താനങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ സ്നേഹിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഷെയ്ഖിനെ സ്നേഹിക്കുകയാണെങ്കിൽ, ആരെ സ്നേഹിച്ചോട്ടെ, എൻ്റെ കൂടെ എപ്പോഴും അവർക്ക് നിൽക്കാൻ പറ്റും. ഷെയ്ഖുമാരെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ബാത്തിനേ വശം വേറെ, എപ്പോഴും കൂടെ ആവുന്നൊരു വശം അത് മറ്റൊന്ന്. ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബാഹ്യമായിട്ട് എപ്പോഴും അത് പറ്റും. നിങ്ങൾ പറയും പറ്റില്ല. അപ്പൊ ഇല്ലാത്ത സന്ദർഭത്തിൽ നമുക്കൊരു വിഷമം തോന്നും. അൽഹംദുലില്ലാഹ് അല്ലേ? ഇല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് ശരിക്കുള്ള പ്രേമം വന്നു കഴിഞ്ഞാൽ ഫിറാഖ്, എന്താ പറയാ, മാറി നിൽക്കല് ഭയങ്കര മനസ്സിനല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ അള്ളാഹുവിനൊരാൾ സ്നേഹിതനാക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഫിറാഖ് അവനക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ? ഓഹുമാക്കുമൈനമാക്കും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളെ കൂടെയും. അങ്ങനത്തെ അള്ളാഹുവിനെ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സുഹൃത്ത്, നമുക്കെപ്പോഴും നമ്മുടെ സുഹൃത്തിനെപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാനും ദാനം കൊടുക്കാനൊക്കെ അല്ലേ? ഒരു സ്നേഹിതനോട് പാലിക്കേണ്ട മര്യാദകളാണ്. എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കൊടുക്കുക, എപ്പോഴും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, എപ്പോഴും നമുക്ക് സമ്മാനങ്ങളും തരുന്ന ഒരു സ്നേഹിതനെ നമുക്ക് കിട്ടും എന്ന് അള്ളാഹു താലാണ് ചിന്തിച്ചു നോക്കി. സദാസമയം നമ്മുടെ അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ജീവിച്ച അന്ന് മുതൽ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് വരെ. നമ്മൾ പാപങ്ങൾ ചെയ്താലും ഒന്ന് ചിന്തിക്കാം. ഒരു സുഹൃത്തിനെ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കോട്ടെ, ഇനി നമ്മൾ ഉസ്താദാവട്ടെ, ഒരു ആലിമാവട്ടെ, ഉസ്താദിനെ നമ്മൾ സ്നേഹിച്ചു വിചാരിച്ചു. അവർ തന്ന അനുഗ്രഹങ്ങളൊക്കെ തന്ന അനുഗ്രഹങ്ങൾ മാത്രം, അവരിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഇൽമിന്റെ ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ചു പോകും. എന്നാലും ആ ഉസ്താദ് പറഞ്ഞത് ഒരു പ്രാവശ്യം നമ്മൾ എതിര് ചെയ്താൽ ആ ഉസ്താദിന് പറ്റും. ആദ്യം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യും. വീണ്ടും അവർക്ക് പറ്റാത്ത നമ്മൾ ചെയ്താൽ, അതപകേട് കാണിച്ചാൽ, അങ്ങനെ അതപകേട് കാണിച്ച് കുറേ കഴിഞ്ഞു. പിന്നീട് അവരെടുത്ത് ചെന്നു മാപ്പ് ചോദിച്ചു. അപ്പോഴും മാപ്പ് തന്നു വിചാരിച്ചു. വീണ്ടും നമ്മൾ ആവർത്തിച്ചിട്ട്, നമ്മൾ മനുഷ്യരല്ലേ, തെറ്റുകുറ്റങ്ങൾ വരും. വീണ്ടും ആവർത്തിച്ച് അതപകേട് കാണിച്ചു. പിന്നെ ചെന്ന് നോക്ക്, ചിലപ്പോൾ ഉസ്താദ് പറയും, ആളെ കളിയാക്കാൻ നിൽക്കുക, അനക്കിനി മാപ്പില്ല. ഓ, ഉസ്താദിന്റെ കൂടെ ഉള്ളവരും നമ്മളകറ്റും. വടിയായില്ലേ? അടിയായില്ലേ? എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം എന്താണ്? ഏത് സന്ദർഭത്തിലും അടിമ എത്ര പാപം ചെയ്താലും ഉടനെ തൗബ ചെയ്തു മടങ്ങിയാൽ അല്ലാഹു തആലക്ക് എത്രയോ വലിയ സന്തോഷമാണ്. അല്ലാഹു തആല മനുഷ്യനെ അങ്ങ് അടുപ്പിക്കുകയാണ്. കഴിഞ്ഞു പോയ എത്ര വലിയ പാപം ചെയ്താലും ശരി, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്ന ഹദീസിൽ പറയുന്ന, അല്ലാഹനെ പോലെയുള്ള സഹനമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അള്ളാഹുവിനൊരാൾ പങ്കു ചേർക്കുന്നു, അള്ളാഹുവിനെ തെറി പറയുന്നു, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നു, എന്നിട്ടും തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹു താല ശാപമിറക്കുന്നില്ല, അദാബ് ഇറക്കുന്നില്ല. അവൻ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു, വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ സ്നേഹം ഒന്ന് ആലോചിച്ചു. പാപത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. കുട്ടികളെടുത്ത് അങ്ങനെ ഉസ്താദിനെടുത്ത് പോയിട്ട് പാപം പറഞ്ഞാൽ, എന്നാലും ഓനെ ഇങ്ങനെ ചെയ്ത ആളാണ് എന്നവർ കൂടെയുള്ളവരെങ്കിലും പറയും. അല്ലാഹു തആലയുടെ അനുഗ്രഹം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു പാപിയായ മനുഷ്യനുണ്ടായി. നല്ല മനുഷ്യനായിരുന്നു, അയാൾ എത്രയോ കാലം ഇബാദത്ത് ചെയ്തു. പക്ഷെ പിന്നീട് അയാൾക്ക് പാപം വന്നു. സാഹചര്യങ്ങളോ മറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇച്ഛയോ പാപത്തിലേക്ക് മുഴുകി. വർഷങ്ങളോളം അയാൾ പാപം ചെയ്തു. 20 വർഷത്തോളം പാപത്തിലായി മുഴുകിയിരുന്നു. വീണ്ടും അയാൾക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി അല്ലാഹുവിനെ. അല്ലാഹു തആല പുറത്തു കൊടുത്തു. അദ്ദേഹം വീണ്ടും നല്ല മനുഷ്യനായി അങ്ങനെ ജീവിച്ചു കുറെ കാലം. പക്ഷെ വീണ്ടും പാപം ചെയ്തു, വീണ്ടും പാപത്തിൽ മുഴുകിപ്പോയി. അങ്ങനെ ഇതേപോലെ 20 വർഷത്തോളം 2-3 തവണ ഇദ്ദേഹം
വീണ്ടും തൗബ ചെയ്തു മടങ്ങും. അല്ലാഹു കൊടുത്തു. അദ്ദേഹം മധ്യവയസ്കത കഴിഞ്ഞു, പ്രായാധിക്യം, വീണ്ടും പാപത്തിൽ പെട്ടുപോയി, പാപത്തിൽ മുഴുകി. അങ്ങനെ പാപത്തിലായിട്ട് ആ വൃദ്ധൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി, പടച്ചോനെ എനിക്ക് നേരെയാവണം. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിരാശ വന്നു. ഇനി അള്ളാഹു എന്റെ തൗബ സ്വീകരിക്കുമോ? കാരണം ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത്, എത്ര പ്രാവശ്യം അള്ളാഹിനെ കളിയാക്കുന്നു, എനിക്ക് തൗബ ഉണ്ടാവോ? അതേ നിരാശനായി, ഇനി തൗബ ഇല്ല, എങ്ങനെ മരിക്കാൻ. അങ്ങനെ ഒരു ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭാഗത്തു കൂടി പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ വയോവൃദ്ധൻ പറഞ്ഞു, തന്റെ ചരിത്രം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഞാനിങ്ങനെ മൂസാ നബിക്ക് തന്നെ ആകതായി, കാരണം ഇദ്ദേഹത്തിന് എങ്ങനെ തൗബ ഉണ്ടാകും? നിങ്ങളൊന്ന് മൂസാ നബി അള്ളാഹുവിനോടൊന്ന് ചോദിച്ചു. എന്നാൽ അള്ളാഹിനോട് ഞാൻ ചോദിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, ഞാൻ ആ അടിമ ഇനിയും തൗബ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും പുറത്തു കൊടുക്കും, അവന്റെ തൗബ ഞാൻ സ്വീകരിക്കും. അതിനുശേഷം വീണ്ടും അവൻ പാപം ചെയ്യുകയും വീണ്ടും തൗബ ചെയ്യുകയുമാണെങ്കിൽ വീണ്ടും ഞാൻ തൗബ സ്വീകരിക്കും. അവൻ എന്നെ അറിഞ്ഞു, ഞാൻ അവന്റെ റബ്ബാണ് എന്ന് അവൻ അറിഞ്ഞു. ഞാൻ പാപം ചെയ്താൽ ശിക്ഷിക്കുന്നവനാണെന്ന് അവൻ അറിഞ്ഞു, തൗബ ചെയ്താൽ പുറത്തു കൊടുക്കുന്നവനുമാണെന്ന് അവൻ അറിഞ്ഞു. എനിക്കത് മതി. ഞാൻ അടിമക്ക് തൗബ ചെയ്ത് അവൻ തൗബ സ്വീകരിച്ചിരിക്കുന്നു, അവനോട് നല്ല നിലയിൽ ജീവിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇഷ്ടംപോലെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ എത്രയോ കേട്ടതാണ്, 99 ആളെ കൊന്നിട്ട് 100ാമത്തെ ആളെ എടുത്തിട്ട് 100ാമത്തെ ആളും അതിന് തൗബയില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് കിട്ടപ്പോൾ അദ്ദേഹത്തെയും കൊന്നു. അങ്ങനെ അവസാനം പോകുന്നവരിക്കും മറ്റൊരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തൗബ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തൗബ ഉണ്ടാവാൻ നല്ല ആളുകളൊന്നും സഹവാസിക്കണമെന്ന് പറഞ്ഞാൽ രാജ്യത്തേക്ക് പോകുമ്പോൾ റൂഹിനെ പിടിക്കുന്നു, മരക്കേട് വരുന്നു, അല്ലാഹു തആല നന്മയിലേക്കുള്ള ഭാഗം കുറച്ചു കൊടുക്കുന്നു, അങ്ങനെ സ്വർഗത്തിലേക്ക് അടുക്കുന്നു, സ്വർഗത്തിന്റെ മലക്കൾ അതായത് കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഉദ്ദേശം എന്താ, അല്ലാഹു തആലാനെ പോലെ ഒരു ദാത്ത് ഇല്ല 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 ഇല്ല. അല്ലാഹുവിനെക്കാട് സ്നേഹമുള്ളവൻ വേറെ ഒരു സൃഷ്ടിക്കും പറ്റൂല. അല്ലാഹുവിനെ പോലെ ആരുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ ഒരു വസ്തുവുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായ ആരുമില്ല. അത് സ്നേഹത്തിലായാലും പുറത്തു കൊടുക്കലിനായാലും സഹനത്തിലായാലും. പിന്നെ അത്രയ്ക്ക് ഉന്നതമായ ഔലിയാക്കൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദമിൽ നിന്ന് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ സ്വഭാവം സിദ്ധിച്ച കുത്തുബീകളായ അഹ്ദാബികളായ ഔലിയാക്കളുണ്ട്, മഹാന്മാരായ മശായിഖന്മാർ. അവരും ഇതേപോലൊക്കെ ചെയ്യും, ഉന്നതന്മാരാണ്. ആ സ്വഭാവ സിദ്ധിയിലേക്ക് നമ്മൾ എത്തണം. അതിനാ ത്വരീഖത്തിൽ കൂടിയിട്ടുള്ളത്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പിൻപറ്റലാണ്. ഏതെന്താവട്ടെ, വിഷയം അതാണ്. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഒരു വലിയ ശത്രു ഉണ്ടായി, വലിയ പണക്കാരനാണ്, കാറൂൻ എന്നാണ് പറയുക. ഭയങ്കര അഹങ്കാരിയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല തവണ അദ്ദേഹത്തെ ഉപദേശിച്ചു. അത് അഹങ്കാരം കൂടി. മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരായിക്കൊണ്ട് ഒരു കുപ്രചരണം ഉണ്ടാക്കി. ഒരു സ്ത്രീയെ, വേശ്യയായ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് അവളെ മറ്റൊരു വ്യക്തിയുമായിട്ട് വ്യഭിചരിച്ചതിന് ശേഷം കുട്ടിയുമായി വന്നുകൊണ്ട് മൂസാ നബിയെ പൊതു സദസ്സിൽ വെച്ചുകൊണ്ട് മൂസാ നബിയാണ് ഈ കുഞ്ഞിന്റെ പിതാവ് എന്ന് പറയാൻ വേണ്ടി ആരോപണം വന്നു. മൂസാ നബി അലൈഹി സ്വലാം നിൽക്കുന്ന സദസ്സിൽ കാറൂനുണ്ട്, എല്ലാവരും ഉണ്ട്. മൂസാ നബി അവിടെ എത്തി, ആരോപണം കേട്ടെത്തി. മൂസാ നബി നിഷേധിച്ചു. ആ ടൈമിൽ സ്ത്രീ വന്ന് പറഞ്ഞു, ഇതാ ഇത് ഈ കുഞ്ഞിന്റെ പിതാവ് നിങ്ങളാണ്, നിങ്ങളല്ലേ ഇത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് ആകെ വിഷമായി. മാത്രല്ല, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം ആ കുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു, ഇന്നാലിന്ന ആട്ടിടയൻ കാട്ടിൽ വെച്ചുണ്ടായ സംഭവമാണ്. ഉടനെ സ്ത്രീ വിറച്ചുപോയി. സ്ത്രീ പറഞ്ഞു, എന്നെ ശിക്ഷിക്കരുത്, ഈ കാറൂനാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടാക്കാൻ പറഞ്ഞത് കാറൂൻ പറഞ്ഞു ചെയ്തതാണ്. സ്ത്രീയെ ഒഴിവാക്കി. മൂസാ നബിക്ക് കോപാകുലനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു, കാറൂൻ ഭൂമിക്ക് അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം ഭൂമിക്ക് ബോധനം കൊടുത്തു. മൂസാ നബി പറയും, ഭൂമിയെ കാറൂനെ വിഴുങ്ങ്. ഭൂമി കാറൂനെ വിഴുങ്ങാൻ തുടങ്ങി. കാറൂന്റെ കാൽപാദങ്ങൾ വിഴുങ്ങി. കാറൂൻ പേടിയായി. കാരണം മുഅ്ജിസത്ത് വെളിവാവുകയാണ്. കാറൂൻ പറഞ്ഞു, മൂസാ നബി ഇനി ഞാൻ ചെയ്യൂല, മൂസാ നബി എന്നെ രക്ഷിക്കണം.
ഇനി ഞാൻ ചെയ്യില്ല. പക്ഷെ മൂസാ നബി ഭയങ്കര ജലാലിയത്തുള്ള പ്രവാചകനാണ്, മൂസാ നബി പറഞ്ഞു ഇല്ല, വിഴുങ്ങ് ഭൂമിയെ വിഴുങ്ങ്. അവസാനം മുട്ടുവരെ എത്തി. ഖാറൂൻ യാചിക്കാൻ തുടങ്ങി, മൂസാ നബിയെ എന്നെ രക്ഷിക്കണം, മൂസാ നബിയെ എന്നെ രക്ഷിക്കണം, എന്നെ ഭൂമിക്ക് കൊണ്ട് വിഴുക്കല്ലേ. മൂസാ നബിക്ക് ദൈവം വന്നില്ല. മൂസാ നബി വിഴുങ്ങാൻ പറഞ്ഞു. അരവരെ എത്തി വീണ്ടും യാചിച്ചു. കഴുത്ത് വരെ എത്തി. അവസാനമായി ഖാറൂൻ യാചിച്ചു, മൂസാ നബി എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. മൂസാ നബി വീണ്ടും വിഴുങ്ങാൻ പറഞ്ഞ് അങ്ങനെ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയി പിടിച്ചു. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല മൂസാ നബിക്ക് വഹി അറിയിക്കുകയാണ്, മൂസാ നബിയെ എന്തൊരു മനുഷ്യരാണ് നിങ്ങൾ. നിങ്ങളോട് എത്ര തവണ ഖാറൂന് പറഞ്ഞു, രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് ദയ ഉണ്ടായില്ല. ആ ഖാറൂനെങ്ങാനും എന്നോട് ഒരു തവണയെങ്കിലും എന്നോട് രക്ഷിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ അവന് തൗബ കൊടുക്കുകയും അവനെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു മൂസാ നബിയെ. അതാണ് അല്ലാഹു തആലയുടെ കാരണം. എന്റെ അടിമയാണ് അവൻ, ആരാവട്ടെ, തൗബ ചെയ്തു, അവൻ എന്നോട് പറയാണ് രക്ഷിക്കാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കും. മൂസാ നബി ഞങ്ങളോട് എത്ര പ്രാവശ്യം ആർക്കെങ്കിലും ഒരു സ്നേഹിതന് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹു അവന് മതിയായവനാണ് അല്ലേ. ഈ അള്ളാഹിനെ വിട്ടിട്ട് നമ്മൾ എങ്ങോട്ടോ ഓടുന്നു നമ്മൾ ചിന്തിച്ചു നോക്കി. അപ്പൊ അതുകൊണ്ട് ഇതുവരെ വല്ലതും പ്രേമം മനസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ടീനേജിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന, ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരന്മാരെ, ആ സൃഷ്ടികളെ നിങ്ങൾ പ്രേമിക്കുന്ന പ്രേമഭാചനങ്ങളെ എടുത്ത് ഒഴിവാക്കി. എന്നിട്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം വെക്കും. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. നിങ്ങളെ സ്നേഹിതൻ അവനാണ്. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിതനായി പിടിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അവൻ കൂടെ. നിങ്ങൾക്ക് ചോദിച്ചത് അവൻ തരും. നിങ്ങൾ എന്താ ചോദിച്ചവൻ തരും. നിങ്ങൾ എന്തിനു വിഷമിക്കുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട. പെട്ടെന്ന് ദുആ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചോണ്ട് നിങ്ങൾ വിഷമിക്കണം, നിരാശപ്പെടരുത്. അല്ലാഹു തആല നല്ല സമയത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എപ്പോഴാണ് അപ്പൊ തരുവൻ. ഒന്നിനും കുറവില്ലാത്തവനാണ്, ഖജനാവ് നിറഞ്ഞിരിക്കുന്നവനാണ് അവൻ തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ ഇവിടെ അള്ളാഹുവിനെ സ്നേഹിതനാക്കുക, എപ്പോഴും കൂടെ ഉണ്ടാകുന്ന, നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പാക്കി തരുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ പേരിലായിരിക്കും നമ്മുടെ ഇബാദത്തുകൾ. ഇത് നമ്മുടെ ശൈഖുമാരിൽ നമുക്ക് കിട്ടിയ നിർദ്ദേശങ്ങളാണ്. ഇത് നമ്മുടെ ശൈഖുമാരിലും ശൈഖുനാ ഖൗസുൽ മുഹീദ് അബ്ദുൽ ഖാദിർ ശൈഖുനാ സുൽത്താൻ സയ്യിദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി, ആ മഹാന്മാരുടെ ത്വരീഖത്ത് മഹാനായ നൂറുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹീദ്ദീൻ നൂരി ഷാ ജീലാനി എന്നവരിലൂടെ, അവരുടെ പ്രധാനപ്പെട്ട ഖുലഫാക്കളിലൂടെ നമ്മൾക്ക് വന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായ മാറ്റമാണ് ഞാൻ സംസാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ അന്നും പറഞ്ഞതുപോലെ മന്നാറാദ സ്വാഹിബിൻ ഫല്ലാഹു യക്ഫി എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഇതിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഇതിനെങ്ങനെ ഉൾക്കൊള്ളണമെന്നത് ത്വരീഖത്തിന്റെ ശൈഖുമാരിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് ത്വരീഖത്തിനെ അറിയാത്ത ആളുകൾ, ത്വരീഖത്തുമായി കാമിലായ ശൈഖുമാർ ബൈഅത്ത് ചെയ്യാത്ത ആളുകൾ, അവരൊന്ന് പുനരാലോചിക്കണം. അവർ കാമിലീയമായ ശൈഖുമാരെ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്ത ത്വരീഖത്തുകൾ പ്രവേശിക്കുക. എങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ മൻ അഹബ്ബ ലില്ലാഹ് വമൻ അബ്ഗദ ലില്ലാഹ് എന്നുള്ള ആ ഹദീസൊക്കെ, ആ കമാലിയത്ത്, ഈമാന്റെ കമാലിയത്തൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അവർ ത്വരീഖ, അവരെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ത്വരീഖത്ത് ശൈഖുനാ നൂറുൽ മശായിഖിനെ ത്വരീഖത്തിൽ സ്വാഗതം ചെയ്തു. നമ്മൾ ഓരോരുത്തരും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കും. ആർക്കെങ്കിലും ഒരു നേരം പോക്കുകാരൻ ആവശ്യമുണ്ടെങ്കിൽ അവന്റെ ഖുർആൻ മതിയായതാണ്. എങ്ങനെയാണ് ഖുർആൻ മതിയായെന്ന് പറഞ്ഞാൽ, ഒന്ന് പരിശുദ്ധ ഖുർആനെ തജ്വീദോടും തർത്തീലോടും കൂടി ഓതിക്കൊണ്ടിരിക്കുക. നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഓതോടുകൂടി ഖിബലയിലേക്കൊക്കെ തിരിഞ്ഞിരുന്നു നല്ല അതബോടുകൂടി ഖുർആൻ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നല്ല അതബിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു ഷാണ്, ഒന്നില്ലെങ്കിൽ സ്നേഹത്തോട് അല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടി ഹഷിയത്തോടുകൂടി അള്ളാഹിന്റെ കലാമാണ് ഞാനിത് ഓതുന്നത് ഓതിയാൽ ഒരു ഹറഫിന് 10 പ്രതിഫലം വെച്ചുകൊണ്ട് ഓരോന്നിനും കിട്ടിച്ചാൽ നിങ്ങൾ ഇഖ്ലാസ് അഞ്ച് കൂട്ടി. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ സൂറത്തുൽ കഹ്ഫ് ഒഴിവുള്ള സന്ദർഭത്തിൽ ഒഴിവുണ്ടാക്കിക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഓഫീസ് വർക്ക് അല്ലാത്ത പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യണം? ആ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ഓതണം. അതുപോലെ തന്നെ അൽ ബഖറ മുതൽ ഇങ്ങോട്ട് ഓതി വരണം. മൂനിസാണ് നേരമ്പോക്ക്, അതായത് മനസ്സിന് ഇണക്കുണ്ടാക്കണം. നമുക്ക് ഇണക്കുണ്ടാകും. ഖുർആൻ നല്ല തെർത്തിയിലോട് നല്ല ബഹുമാനത്തോട് ഓതി നിങ്ങളുടെ ഹൃദയത്തിന് ഖുർആൻ ഇണക്കും.
ഖുർആൻ ഹൃദയത്തിലെ കാറുകൾ മാറ്റും, ശുദ്ധമാക്കി തീർക്കും. നല്ല ഒരു മാധുര്യം നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ട് ഖുർആൻ ഓതുന്ന നല്ല മാധുര്യം ഉണ്ടാവും. അവിടെ ഈമാനിന് പ്രത്യേക ചാതുര്യമുണ്ടായി. അപ്പൊ ഖുർആൻ ഓതണം. ഒന്ന്. രണ്ടുപേരും ഖുർആൻ ഓതിയോണ്ട് മാത്രം എന്താവില്ല, പൂർണ്ണമായിട്ടുള്ള ഈ ഈനാസ് കിട്ടൂല, ഇണക്കം കിട്ടും. എങ്ങനെയാണ് ഖുർആനോട് ഇണങ്ങേണ്ടത്? ഖുർആൻ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് തദബ്ബുർ ചെയ്യുക, പരിചിന്തനം ചെയ്യണം, ഫിക്ർ ചെയ്യണം ഖുർആൻ. അഫല യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്തുകൊണ്ട് അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ എന്തുകൊണ്ട് ഖുർആൻ ഉറ്റാലോചിക്കുന്നു? അപ്പൊ പരിശുദ്ധ ഖുർആനിനെ അത് സുന്നി പണ്ഡിതന്മാർ എഴുതിയ വ്യാഖ്യാനങ്ങൾ വായിക്കാം, അതിന്റെ അർത്ഥസഹിതമുള്ളത്. ദർസിൽ പഠിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഉസ്താദന്മാരുണ്ടായിരുന്നു. മറ്റൊരു അത് വായിക്കുക, എന്നിട്ട് അതിൽ ചിന്തിക്കുക. ഓടിപ്പോയാൽ പോരാ, ഓത് എന്ന് പറഞ്ഞാൽ അതിൽ ചിന്തിക്കുകയും വേണം. ഓരോ ഖുർആൻ ആയത്ത് ഓതി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഈ ആയത്തിന്റെ ഫഹ്മ്, ഇതിന്റെ ആശയം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഈ ആശയം അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ വരെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുനടന്നത്, അതിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ടോ, അതെങ്ങനെ ഉണ്ടാക്കണം, ആ ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്താൻ എന്താണ് മാർഗം, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അതുപോലെ തന്നെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ പറയുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് നോക്കിക്കാണും. ഇതൊക്കെ സ്വന്തം ചെയ്യാനും പറ്റില്ല. അവിടെ ഇബ്ലീസ് വന്ന് നിങ്ങളെ പറ്റിക്കാനും സാധ്യതയുണ്ട് ഓരോ രംഗത്തും. കാരണം ചേകന്നൂർ മൗലവിയൊക്കെ പേച്ചത് ഇൽമില്ലായിട്ടോ ഖുർആൻ ചിന്തിക്കാനില്ല, ഖുർആൻ ചിന്തിച്ചിട്ടുണ്ടോ, പക്ഷെ ചിന്തിക്കേണ്ട മാതിരി ചിന്തിച്ചില്ല. അപ്പൊ എന്ത് വേണം? ഖുർആൻ ചിന്തിക്കുമ്പോൾ ഒരു ഗുരു വേണം. അപ്പൊ ഒമൻ അറാദ മൂനിസൻ അല്ലാഹു യത്ഫിഹി എന്നതിന്റെ പൂർത്തീകരണത്തിന് എന്ത് വേണം? ഖുർആനിനെ പഠിപ്പിച്ചു തരുന്ന ഒരു ഗുരു വേണം. ഒരു കാമിലും മുറബിയുമായ ഒരു ഷെയ്ഖ് ഉണ്ടായാൽ ഏറ്റവും നന്ന്. അതിന്റെ ശരിയായ വശം അവർക്കേ നിങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഇനി അത് കിട്ടുന്നില്ല എങ്കിൽ മുത്തഖീങ്ങളായ, അതായത് സുന്നത്ത് ജമാഅത്തിന് അഖീദുള്ള, സുന്നത്ത് ജമാഅത്തിന് അഖീദുകൾ ശരിക്കും വിശ്വസിച്ച് അതിന് ശരിയാവണ്ണം മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ച് ഒരു നല്ല ഒരു പണ്ഡിതനെ സമീപിക്കുക. അതായത് സമീപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ട് അതിന് ആശയങ്ങൾ കിട്ടുമ്പോൾ അവരോട് പറയണം. അവരത് ശരിയാണെങ്കിൽ ശരിയെന്ന് സനത് തരും. അല്ലെങ്കിൽ മോനെ അതല്ല, അത് പിഴവാണ്, അത് ഇങ്ങനെയാണ് വേണ്ടത്, അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഷെയ്ഖിന് ഏറ്റവും ഉത്തമം എന്താണ്? ഒരു ഷെയ്ഖാണ്. കാരണം അഖീദകളിൽ ഏറ്റവും അവഗാഹം അവർക്കേ. മറ്റൊരു അഖീദയുടെ ആ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുടെ നിയമങ്ങൾ ജബരിയത്താവാതെ, മുർജിയത്താവാതെ, അതുപോലെ തന്നെ ഖദരിയത്തിലേക്ക് പോവാതെ, റാഫിദിയത്തിലേക്ക് പോകാതെ, ഷിയായിസത്തിലേക്ക് പോവാതെ, ഖാദിയാനിസത്തിലേക്ക് പോകാതെ, ഖവാരിജിയത്തിലേക്ക് പോവാതെ, ലാ ഇലാഹിയയിലേക്ക് പോവാതെ, ഇബാഹിയയിലേക്ക് പോവാതെ, അങ്ങനെയുള്ള ഒരു പിഴച്ചതായ ഏകദേശം കിതാബിലൊക്കെ എഴുതിയിട്ടുണ്ട് ഏകദേശം 72 വിഭാഗം ഇതേപോലെ ഉണ്ട് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഈ വിഭാഗത്തിലൊന്നും പോകാതെ കണ്ട് നേരെ മണ്ണത്തിൽ പോകാനുള്ള നിയമങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴും ആ നിയമത്തിന്റെ ദായിറത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പിഴക്കില്ല. പക്ഷേ അതിന്റെ ദർശനവും അതിന്റെ ഫഹ്മും മിസ്താഖ് ഫഹ്ം, അതായത് അതിനെ വാസ്തവമാക്കുന്നത്, ആ സംഭവം ആരിൽ നിന്ന് കിട്ടുള്ളൂ? ആ അനുഭവവും അതിന് ശരിയായ കാഴ്ചപ്പാടും ശരിയായ വീക്ഷണവും അത് ഷെയ്ഖുമാരിൽ നിന്ന് കിട്ടും. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അവരാണത് അതിൽ എന്ത് ചെയ്തത്? പരിചിന്തനം ചെയ്തവരും അതിൽ കുറെ മുഴുകിയവരും അതിന്റെ വിധത്തിൽ തന്നെ അതുപോലുള്ള ശൈഖുനാ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, സയ്യിദുനാ ഖലീഫത്തുർ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കളിൽ നിന്നും കൈമാറി എത്തിച്ചവരായതുകൊണ്ട് ആ കാമിലീങ്ങളെ മുറബിയ ശൈഖന്മാരുണ്ടാവുമ്പോൾ ഏറ്റവും നല്ലതാണ്. അതില്ലായൊന്നുമില്ല, ഉണ്ട്. ഇന്നും എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ നിങ്ങൾ കഷ്ടപ്പെടുന്നു വേണം, അതിനൊന്നും ഇല്ലല്ലോ കഷ്ടപ്പെടേണ്ട. എൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു ആ വിഷയത്തിൽ കണ്ണ് കാണാത്തവരെടുത്ത് എന്നുണ്ടെങ്കിൽ അവർക്കും കണ്ടിട്ടില്ല, ഇങ്ങൾക്കും കാണൂല. അങ്ങനെ തന്നെയല്ലേ അത്. കാണാത്തവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു അന്തരം പിടിച്ചും കണ്ട് ഞാൻ അവനോട് പറയാണ് ഇന്നൊന്ന് വഴി കാണിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ അവനക്ക് വഴി കാണിച്ചു തരാൻ പറ്റും. കാഴ്ച ഉള്ളവനെടുപ്പം പിടിച്ചാലല്ലേ? രാത്രി അന്ധകാരത്തിൽ നമ്മളപ്പോൾ ഒരാൾ വരുന്നുണ്ട്, അയാളത് ടോർച്ചിൽ നമ്മൾ പറയും ഇന്നൊന്ന് ആ വക്കത്ത് എത്തിച്ചോറുന്ന അയാൾക്ക് പറ്റുമോ? ടോർച്ചുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളോട് പറഞ്ഞിട്ടുണ്ട് അയാളാണ്. അതുപോലെ ടോർച്ച് പിടിച്ചോടെ പിടിക്കണം. അപ്പോ
എന്നോട് പറഞ്ഞു ഞാൻ കാണിച്ചുതരാം. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടത്തിനൊന്നും കിട്ടൂലത്. കാരണം എന്നാലും ഇന്ന് കുറവൊന്നുമില്ല. അത് അവസാന കാലം വരെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിനുള്ള കണ്ണ് വേണം എന്ന് മാത്രം. അത് സ്വീകരിക്കാനുള്ള കൽബും വേണം, അത് കേൾക്കാനുള്ള കാതും വേണം, എന്നാലത് പറ്റും. അപ്പൊ ശരി, എന്താ പറഞ്ഞത്? ഒമൻ അറാദ മൂനിസൻ, നേരം പോക്കുകാരനാണെങ്കിൽ അവന് ഖുർആൻ മതിയായതാണെന്ന് ഹദീസ് പറഞ്ഞു. പക്ഷെ അത് എങ്ങനെയാണ് മതിയാവണ? കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴാണ് അത് മതി വരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴും മതി വരാതെ നടക്കണം. ഈനാസ് എപ്പോഴും കിട്ടില്ല. ഇന്നിൽ ഇഷ്ടംപോലെ ഖുർആൻ ക്ലാസ്സുകാർ, സക്കരിയ സലാഹിയെ പോലെ